നാളെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങാണ്. അയോധ്യയിലെ ക്ഷേത്രം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 2 മലയാളികൾ ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഒന്ന് KK മുഹമ്മദ്, ഒന്ന് KK നായർ. KK മുഹമ്മദ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ഇരുന്ന ആൾ. KK നായർ എന്ന് പറയുന്ന ആൾ 1949 കാലഘട്ടത്തിൽ അവിടുത്തെ കളക്ടറായിട്ടിരുന്ന ഒരു മലയാളിയാണ്, ആലപ്പുഴക്കാരൻ. അതിൽ കേരളത്തിൽ നിന്ന് പോയ ഈ 2 പേർക്കും നാളത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ വേളയിലും തുടർന്നും അവർക്ക് വലിയ പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, തെക്കേ ഇന്ത്യയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇവർ 2 പേരെന്ന് പറഞ്ഞാൽ വളരെ സജീവമായിട്ട് ഇതിൽ ഇടപെട്ട 2 വ്യക്തികളാണ്. അതിൽ KK നായരുടെ പങ്കെന്ന് പറയുന്നത് ഈ അയോധ്യ മൂവ്മെൻറ്റിൻ്റെ ആദ്യകാലത്തിന് വളരെ ശക്തമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കുന്നതിൽ അയോധ്യ മൂവ്മെൻറ്റിൻ്റെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അതിലൊന്ന് ഫൈസാബാദ് കളക്ടറായിരുന്നു, അതുപോലത്തെ അവിടുത്തെ മജിസ്ട്രേറ്റുമായിരുന്നു KK നായർ. അപ്പോൾ അദ്ദേഹമാണ് അക്കാര്യത്തിൽ അന്ന് വളരെ ശക്തമായിട്ടുള്ള നിലപാട് എടുക്കുകയും നെഹ്റു എടുത്തിരിക്കുന്നതായിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ അന്ന് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു, ഒന്ന് ചെറിയൊരു ക്ഷേത്രമായിരുന്നു. അതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് ഇതൊരു വലിയ ക്ഷേത്രമാക്കി മാറ്റണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അന്ന് കൊണ്ടുവന്നത് KK നായരാണ് എന്നുള്ളതാണ്. ഇത് പൊളിക്കണം എന്നുള്ള കൺസെപ്റ്റ് ഒന്നും അന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ബാബറി മസ്ജിദ് പൊളിച്ച് അതിൻ്റെ സ്ഥാനത്ത് അങ്ങനെയില്ല, പണിയണം എന്നുള്ള. 1949 അവിടെ ഒരു പ്രതിഷ്ഠ നടക്കുന്നത്, താൽക്കാലികമായിട്ടുള്ള പ്രതിഷ്ഠ നടക്കുന്നത്. ആ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് നെഹ്റു അന്ന് തൊട്ടേ വിവാദമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പള്ളി ഒരു രാമക്ഷേത്രം പൊളിച്ച് മുഗളന്മാർ പണിഞ്ഞതാണെന്നുള്ളൊരു ആക്ഷേപമാണല്ലോ നിൽക്കുന്നത്. അപ്പം ആ മുഗളന്മാർ അന്ന് തൊട്ടേ ഹിന്ദുക്കൾക്ക് രാമജന്മഭൂമി, രാമൻ ജനിച്ച സ്ഥലത്ത് ഒരു ആരാധനാലയം വേണം. അപ്പോൾ ഇവർ വിശ്വസിക്കുന്നത് ഈ പൊളിച്ച അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമെന്നാണ്. അത് സാധാരണക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നാം, അല്ലെങ്കിൽ അതൊരു വികാരമാണ്. അപ്പം അവിടെ ഒരു അമ്പലം പണിയുന്നതിനകത്ത് അന്ന് പറഞ്ഞത് അവിടെ ഒരു അമ്പലം കൂടെ പണിഞ്ഞു കൊടുക്കൂ. അന്ന് ഇത് പൊളിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് വിവാദമാക്കണമെന്നോ അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നെഹ്റു ഈ കാര്യത്തിൽ ഒരു അഴകുഴമ്പൻ സമീപനം, അല്ലെങ്കിൽ അത് വേണ്ട, അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷം ആൾക്കാരുടെ ഈ ഒരു വികാരം വ്രണപ്പെട്ടാലും ഇതിങ്ങനെ തന്നെ പോട്ട് എന്ന് തീരുമാനിച്ചതിന് എതിരെ തീരുമാനമെടുത്ത ഒരു കളക്ടറാണ് അദ്ദേഹം. അതാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള പ്രാധാന്യം. അല്ല, അന്നത്തുള്ള പ്രത്യേകത 49 അവിടെ വിഗ്രഹം കൊണ്ടുവന്ന് വെക്കുന്നത്. ഈ വിഗ്രഹം കൊണ്ടുവന്ന് വെക്കുന്നത് ഇതിങ്ങനെ ആണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു. പക്ഷെ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞ സമയത്ത് KK നായർ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ള ഒരു വലിയ സാധ്യത ഞാൻ മനസ്സിലാക്കുന്നതാണ്. അവിടെ വലിയൊരു ക്ഷേത്രം പണിയണം എന്നുള്ളതാണ്. വലിയ ക്ഷേത്രം പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമൻ്റെ ഒരു സങ്കല്പം അനുസരിച്ച് വലിയ ക്ഷേത്രം പണിയണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കും. പിന്നീട് അദ്ദേഹം ജനസംഘത്തിൻ്റെ ശക്തനായിട്ടുള്ള പ്രവർത്തകനായിട്ട് മാറിത്തീരുകയും ആലോചിതമായിട്ട് ജനസംഘത്തിൻ്റെ ശക്തനായിട്ടുള്ള പ്രവർത്തനമാകുമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ അന്ന് ഇങ്ങനത്തെ ഒരു വിഷയം വരുന്നു. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെടുന്നു, അവിടുത്തെ മുഖ്യമന്ത്രി എടുത്ത് പറയുന്നു, ആ വിഷയത്തെപ്പറ്റി പഠിക്കാൻ പറയുന്നു, ആ വിഷയത്തെപ്പറ്റി പഠിക്കാൻ സ്വന്തം സെക്രട്ടറി ഏൽപ്പിക്കുന്നു. അയാളൊരു മുസ്ലിം ആയണൊക്കെ പോലും അയാളത് പഠിച്ച് അവിടെ ഒരു രാമക്ഷേത്രം വേണമെന്ന് പറയുന്നു. അങ്ങനെ പറയുന്നിടത്ത് അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനിക്കുന്നു. അവിടെ തൊട്ടാണ് ഈ KK നായർ എന്ന് പറയുന്ന ആള് ഒരു UP-യിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെയും ജനസംഘത്തിൻ്റെയൊക്കെ നേതാവായിട്ട് കാലോചിതമായിട്ട് മാറുന്നത്. അപ്പം അത്തരത്തിലൊരു തർക്കം വേണ്ട, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അത് ഇപ്പോൾ ഈ കോടതി, ഇപ്പം നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ അമ്പലം പണിയട്ടെ, മുസ്ലിങ്ങൾക്ക് അപ്പുറത്തോട്ട് മാറി അവർക്ക് വേണ്ട മുസ്ലിം പള്ളി പണിയാനുള്ള സംവിധാനം ഉണ്ടാക്കട്ടെ എന്ന് നിസ്സാരമായിട്ട് അന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഈ നെഹ്റു എന്ന് പറയുന്നത്. അപ്പം അതിന് അത്തരത്തിലുള്ള തീരുമാനം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ചേതോപഹാരമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ, അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത് ഒരു വലിയ വിഷയമല്ല. പിന്നീടാണ് പതുക്കെ വളർന്നു വരികയും അത് പിന്നീട് അയോധ്യ മൂവ്മെന്റ് എന്ന നിലക്ക് വലിയ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു താല്പര്യം അതൊരു വിഷയമല്ലായിരുന്നു ഇന്ത്യയിൽ. ഒരു വിഷയമല്ലായിരുന്നു. ആ വിഷയം ആക്കിയെടുത്തതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ തീർക്കാവുന്ന ഒരു വിഷയമാക്കിയെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ അതൊരു വിഷയമല്ലായിരുന്നു അന്ന്, ഇന്നത്തെ പോലെ ഒരു വിഷയമല്ലായിരുന്നു. പക്ഷെ ആ വിഷയം വളരെ സൗമ്യമായിട്ട് തീർന്നതിന്
ഇത്തരത്തിലുള്ള ഒരു പരസ്പരം ഉള്ള ഒരു മത്സരം വരത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു വർഗീയ ധ്രുവീകരണം എന്ന ആൾക്കാർ പറയുന്ന പോലുള്ള സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. അതാണ് അവിടെ കൊണ്ട് ഉടഞ്ഞു. അല്ല, അതൊക്കെ ചിലപ്പോൾ ഭരണാധികാരികൾ എടുക്കുന്ന നിലപാടുകൾ ചില സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ പരിഹരിക്കാൻ പറ്റുന്നതായിട്ടുള്ള പ്രശ്നം പരിഹരിക്കപ്പെടാതെ വലിയ പ്രശ്നങ്ങളായിട്ട് വളരുന്നതിന് കാരണമായി തീരുന്നു. ഇതിപ്പോൾ ഈ അയോധ്യ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ ശക്തമായിട്ടുള്ള മൂവ്മെൻ്റായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭരണം അവസാനിച്ച് BJPയുടെ ഭരണം അവിടെ വരുന്നത്. രഥയാത്ര എന്ന് പറയുന്നത് വലിയൊരു മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിരുന്നതായിരുന്നു നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണാനായിട്ട് ഭരണാധികാരികൾക്ക് അന്ന് കഴിഞ്ഞിരുന്നത്. അന്ന് പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്നൊരു കാലമായിരുന്നു ആ കാലത്ത്. അന്ന് തീർക്കപ്പെട്ടില്ല. അങ്ങനെ തീർക്കപ്പെടാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. മാത്രമല്ല അന്ന് ഞാൻ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന അന്ന് അവിടെ വലിയൊരു രാമക്ഷേത്രം പണിയണം എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് എന്ന് നടന്നു പോയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ ചിലപ്പോൾ പോകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് KK നായർക്ക് ഉള്ള ഒരു പ്രാധാന്യം വർദ്ധിച്ചു വരുന്നത്. മാത്രമല്ല അദ്ദേഹം ജനസംഘത്തിൻ്റെ ശക്തനായിട്ടുള്ള പ്രവർത്തനമായി തീരുകയും അന്ന് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ചെയ്തത്. മറ്റൊരാളെന്ന് പറഞ്ഞാൽ KK മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം നമ്മളുടെ ആർക്കിയോളജിയുടെ ഒരു മേധാവി എന്ന നിലക്ക് കണക്കാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. അദ്ദേഹം പറയുകയാണ് ഈ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക മുസ്ലിം ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികളും എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിരുന്ന സ്ഥലത്താണ്, അത് ക്ഷേത്രങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് അംഗീകരിക്കാനായിട്ട് മുസ്ലിങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അത് ശരിയാണ്, അത് ശരിയാണോ തെറ്റാണോ? ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് പുറമേ നിന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരാൻ പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞതിനകത്ത് എനിക്ക് തർക്കമുണ്ട്. കാരണം കാഴ്ചപ്പാടല്ല, അയാളുടെ പരിശോധനയിൽ നിന്നും അയാളുടെ പഠനത്തിൽ നിന്നും ഈ പറയുന്ന അയാളെ ഏൽപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം പരിശോധിക്കുമ്പോൾ ആ പള്ളികളൊക്കെ നേരത്തെ അമ്പലങ്ങളിൽ നിന്ന സ്ഥലമായിരുന്നു. അപ്പോൾ പുറമേ നിന്ന് പരിശോധന പോലും വേണ്ട, പുറമേ നിന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ അമ്പലത്തിൻ്റെ അറിയാമല്ലോ, അമ്പലത്തിലും അല്ലെങ്കിൽ പള്ളി അമ്പലത്തിൻ്റെ എല്ലാ ചട്ടക്കോടുകളോടും കൂടി അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ പോലും ഇരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അത് പുള്ളി റിപ്പോർട്ട് കൊടുത്തപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പുള്ളി സത്യസന്ധമായ റിപ്പോർട്ട് കൊടുത്തു. മനസ്സിലായി, ഇത് പള്ളിയല്ല, ഇവിടെ അമ്പലം പൊളിച്ച് തന്നെ പള്ളി പണിഞ്ഞത് പറഞ്ഞ മനസ്സിലായി. ശരിയായിരിക്കാം, ഒരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കുക. അത് ഇന്ത്യക്കാരനും ചെയ്തതല്ല, ഈ വൈദേശികൾ ചെയ്ത കാര്യമാണ്. പക്ഷേ അതിപ്പോൾ ഇവിടുത്തെ ഈ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇല്ലാത്ത തർക്കം വേറെ ചില ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് ഇതിനകത്ത് വിഷയം. വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ് വിഷയം. അത് വെളിയിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമല്ല, അത് സ്വാഭാവികമായിട്ടും അവർക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഇതൊക്കെ വസ്തുതർക്കമാണെന്ന നിലക്കാണ് ആദ്യം തുടങ്ങുന്നത്, വസ്തുതർക്കം. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അത് മതപരമായ തർക്കമായി മാറുന്നത്. അതാണ് പിന്നീട് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്യുകയും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളായി മാറിത്തീരുകയും ചെയ്യും. ഈ അയോധ്യ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് എത്രയോ ആളുകളാണ് കൊല്ലപ്പെട്ടത് ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വർഗീയ കലാപത്തിലേക്ക് കാര്യങ്ങൾ പോയി ആളുകൾ മരിച്ചു വീഴുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് നല്ലതല്ല ഒരു കാരണവശാൽ. അത് ഇല്ലാതിരിക്കുന്നതാണ് ഏത് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളതും നല്ലതും എന്നതാണ് നമ്മളെല്ലാം പൊതുവെ വിശ്വസിക്കുന്നത്. അത് ഹിന്ദുക്കളും അങ്ങനെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നത്, മുസ്ലിമുകളും അങ്ങനെ ആയിരിക്കും വിശ്വസിക്കുന്നത്. പക്ഷേ ഇവരാരും ആഗ്രഹിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. കാര്യങ്ങൾ കുറേ കഴിയുന്ന സമയത്ത് എല്ലാവരുടെയും നിന്ന് കൈവിട്ടു പോവുകയും അത് വലിയ അക്രമമായി മാറിത്തീരുകയും ഈ അക്രമങ്ങൾ എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ധ്രുവീകരണത്തിനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കപ്പെടുകയും അത് അധികാരത്തിലേക്കുള്ള ചവിട്ടുപിടികളായിട്ട് മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇതെല്ലാം അപകടകരമായി മാറുന്നത്. ഹിന്ദുക്കളും അതേപോലെ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു മനുഷ്യരാണ്. ഈ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്തൊന്നും വലിയ താല്പര്യങ്ങളില്ല. പക്ഷേ ഇവരുടെ താല്പര്യങ്ങളെ പ്രത്യേക തരത്തിലേക്ക് രൂപപ്പെടുത്തിയെടുത്ത് മാറ്റുമ്പോഴാണ് അത് വലിയ കലാപങ്ങളായി മാറിത്തീരുക. എന്തായാലും ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യത്തിൽ വലിയ പ്രാധാന്യമുള്ള വ്യക്തികളായിട്ട് മാറിത്തീരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ വികസിച്ച് വളർന്ന് അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നിടത്ത് വരുന്ന സമയത്താണ് അവരുടെ പ്രാധാന്യം ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ നാളെ അങ്ങനെ ആയിരിക്കും മിക്കവാറും ഇതിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ അയോധ്യയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള രണ്ടുപേരുടെയും കണ്ടെത്തല്ലേ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും അവർക്ക് സാധാരണ മനുഷ്യരുടെ കൂട്ടി ജീവിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇവിടുത്തെ പാവം പിടിച്ചാലും സാധാരണക്കാർക്ക് ഏതെങ്കിലും ഒരു വിശ്വാസത്തിലൂന്നിയാണ് അവർ ജീവിക്കുന്നത്. പല ഇല്ലായ്മകളിലും അവരുടെ ആ വിശ്വാസത്തിലാണ്, ആ വിശ്വാസം കൊണ്ടാണ് അവർ മുന്നോട്ട് നയിക്കപ്പെടുന്നത്. ഭൂരിപക്ഷം വരുന്ന ഒരു ജനതയുടെ വിശ്വാസം, ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയുന്നതന്നെയാണ് ഭരണാധികാരികളുടെ കടമ. അത് സംരക്ഷിച്ച് മറ്റൊരാൾക്ക് പരിക്കില്ലാതെ ഒരു ഹിന്ദുവിൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ സംരക്ഷിച്ച്, മുസ്ലിമിന് വിശ്വാസം ഉണ്ടെങ്കിൽ സങ്കല്പിച്ച്, ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ സങ്കല്പിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം അതിൻ്റെ പ്രധാനപ്പെട്ട
ഘടകത്തിലിരിക്കുന്ന ആൾക്കാർ, പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഏതെങ്കിലും ഒരു സമുദായത്തെ ചവിട്ടിത്തേച്ച് വേറെ ഒരു സമുദായത്തിന് അനുകൂലമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിന്ന് രാമരാജ്യം തന്നെ കൊണ്ടുവന്ന് മുന്നോട്ട് വരും. ഗാന്ധിജിയുടെ രാമരാജ്യം, ഇന്ന് മോദി ആഗ്രഹിക്കുന്നത് ഗാന്ധിജി എന്ന രാമരാജ്യവും, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം സമത്വമുള്ള ഒരു രാജ്യവും, അല്ലെങ്കിൽ സമ്പുഷ്ടമായ ഒരു രാജ്യവും, ധർമ്മമുള്ള ഒരു രാജ്യവും, സത്യസന്ധതയുള്ള ഒരു രാജ്യവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയല്ലേ? അങ്ങനെ പോകുന്നതാണ് ശരി. പക്ഷേ അങ്ങനെ പോകാതിരിക്കുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയേണ്ടി വരുന്നത്. ഇപ്പോൾ മണിപ്പൂർ സംഭവങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു രാമരാജ്യ സങ്കല്പം അവിടെ ഒന്നും നിർവഹിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇൻസ്റ്റൻസസ്, സംഭവങ്ങൾ, അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. യഥാർത്ഥത്തിൽ ഒരു ശരിയായിട്ടുള്ള വിഷയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോഴാണ് നമ്മൾ രാമരാജ്യ സങ്കല്പത്തിൽ നിൽക്കുന്നു അല്ലയോ എന്ന് വിലയിരുത്തപ്പെടുന്നത്. അവിടെയാണ് തർക്കവും വരുന്നത്. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. മണിപ്പൂർ സംഭവം എന്ന് പറയുമ്പോൾ മണിപ്പൂർ എന്ന് പറയുന്ന വിഷയം ഇന്നുണ്ടായതല്ല. അല്ല, ഞാൻ പറയുന്നത് ഈ നെഹ്റു ഒരു കാര്യം ചെയ്താൽ തെറ്റാണെങ്കിലും അത് തെറ്റാണെന്ന് പറയാൻ മടിക്കുകയും, നരേന്ദ്രമോദി എത്ര ശരി ചെയ്താലും അത് ശരിയല്ലാന്ന് അംഗീകരിക്കാൻ മടിക്കുകയും ചെയ്യുന്നു. മണിപ്പൂർ എന്ന് പറയുന്ന ഈ കഴിഞ്ഞ 1-2 കൊല്ലം കൊണ്ടല്ലേ, 1.5 കൊല്ലം കൊണ്ട് ഉണ്ടായതല്ല. നമുക്കറിയാം 18 കൊല്ലം നിരാഹാര സമരം നടന്ന ഒരു സ്ത്രീയുണ്ട്. ഏതാണ്ട് കൊല്ലങ്ങളോളം പട്ടാള ഭരണം ഏർപ്പെടുത്തിയിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇതൊക്കെ മറന്നുകൊണ്ട് അന്ന് മണിപ്പൂർ പുതിയതായിട്ട് 2 കൊല്ലം കൊണ്ടുണ്ടായി വന്ന അതാണ്. അല്ലെങ്കിൽ തന്നെ അവിടെ നടക്കുന്ന സംഭവം വർഗീയ കലാപമല്ല, വംശീയ കലാപമാണ്. ഞാൻ പച്ചയായിട്ട് പറയാം, അവിടുത്തെ ക്രിസ്ത്യാനികളുടെ കയ്യിൽ ഭൂരിപക്ഷം ഇരിക്കുന്ന വസ്തു 10% ഉള്ളവനാണ് 60%, 70% വസ്തു. ബാക്കി ആ പ്രദേശത്തുള്ളവൻ കാട്ടിക്കയറി കിടക്കുകയാണ്. ഈ ഒരു കലാപമാണ് അവിടെ നടക്കുന്നത്. ഇത് പറയാൻ എന്താ മടി? അത് അതുകൊണ്ട് തന്നെയാണ് ഇത് പറയലല്ല പ്രശ്നം. ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയത്തിൽ എങ്ങനെ ഇടപെടുന്നു, മറ്റതല്ല പ്രശ്നം. അവിടെ പ്രശ്നമില്ലാത്തൊരു പ്രദേശമാണെന്നോ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ഒരു പാർട്ടായിരിക്കുന്നതായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്, അല്ലേ? അത് മാത്രമാണ് വിഷയങ്ങൾ. മറ്റൊന്നൊരു വിഷയം, മറ്റതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം. അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇടപെട്ടില്ല എന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. ഇടപെട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഇടപെടാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിനറിയാമല്ലോ, അവിടെ ഗോത്രവർഗ സംസ്കാരമുള്ളവരാ, പ്രത്യേക സൈന്യമുള്ളവര്, ഭയങ്കര ഇന്ത്യൻ സൈന്യത്തിന്റെ അല്ല, അങ്ങനെ നമ്മൾക്ക് ഇന്ത്യൻ സൈന്യത്തെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അല്ല, ഇന്ത്യൻ സൈന്യത്തിന്റെ ഗോത്രവർഗ സമൂഹം അല്ലെങ്കിൽ അവര് പട്ടാളമാണെന്ന് അതിലല്ല. അങ്ങനെയല്ല. നമുക്ക് വിവരമുള്ള ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ അല്പം വിവരം കുറഞ്ഞ ആളിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ നേരിടുമ്പോൾ ഇപ്പൊ തന്നെ എത്ര പേര് മരിച്ചു. വളരെ സമയമായിട്ട് വളരെ മാക്സിമം പ്രശ്നങ്ങൾ ഒഴിവാക്കി നേരിടുന്ന ഒരു സംവിധാനത്തിലേക്കാ പോണേ. അത് രാവിലെ പ്രധാനമന്ത്രി അവിടെ പോയി രാവിലെ മണിപ്പൂരിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ശരിയായ കാര്യമല്ല. ഒരു ചോദ്യം ചോദിക്കും. ഇതിപ്പോ ശ്രീരാമൻ, എന്തിനാണ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചത്? ജനങ്ങൾ സീത ശരിയല്ല എന്ന് പറയുന്നത് കേട്ടിട്ടാണ്, ആണല്ലോ, അല്ലേ? അപ്പോൾ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചുള്ള ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതാണ് ജനങ്ങൾ എന്ത് പറയുന്നു എന്നത് കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ജനങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കാൻ തയ്യാറായിട്ട് അതിലെന്ത് തീരുമാനം എടുത്താലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് കേൾക്കില്ല, അതിനെക്കുറിച്ച് സംസാരിക്കില്ല, അങ്ങനെ മൗനം പാലിക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാട് ശരിയല്ല. അവിടെയാണ് തർക്കമുള്ളത്, മനസ്സിലായി? അത് മാത്രമേ ഉള്ളൂ. മറ്റത് ഇപ്പം മണിപ്പൂരിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നും അത് ആരുണ്ടാക്കിയെന്നുള്ളതൊക്കെ വേറെ വിഷയങ്ങളാണ്. അതില്ലാതെ ഇരിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അത് സങ്കീർണമാണെന്നുള്ള പറയുന്നത്. പക്ഷെ അതിൽ ഇടപെടുന്ന രീതിയാണ് പ്രധാനപ്പെട്ടത്. ആ രീതി ശരിയല്ല എന്നുള്ളത് മാത്രമാണ് തർക്കത്തിന് വിഷയമായിരിക്കുന്നതായിട്ടുള്ള കാര്യം. അതാണ് അംഗീകരിക്കേണ്ടത്. നമ്മൾ നെഹ്റു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യണം, മോദി തെറ്റിയാലും ചോദ്യം ചെയ്യണം, പിണറായി വിജയൻ തെറ്റിയതാലും ചോദ്യം ചെയ്യണം. അങ്ങനത്തെ ഒരു സമീപനമാണ് ധാർമ്മികമായ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത് ഉയർത്തിപ്പിടിക്കുന്നൊരു വ്യക്തിയാണ് ആര്? ശ്രീരാമൻ. അങ്ങനെയാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ ലോകം നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അത് എത്രയോ നല്ലതായിരിക്കും, അങ്ങനെ മഹത്തായിട്ടുള്ള. അങ്ങനെ നാളെ മുതൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രത്യാശിക്കാം. കെ മുഹമ്മദും കെ നായരും ഉണ്ടാക്കിയെടുത്ത ഒരു രാമക്ഷേത്രം, അതൊരു അവരുണ്ടാക്കിയെടുത്ത ക്ഷേത്രം അവർക്ക് വ്യക്തമായ നിലപാടുണ്ടായിരുന്ന ഒരു വിഷയം, ഒരു അല്ലെങ്കിൽ അതിന്റെ ഇതിൽ വരുന്ന ഒരു രാമക്ഷേത്രം, അതൊരു രാമരാജ്യമായിട്ട് മാറട്ടെ എന്ന് പ്രത്യാശിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.